ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു അടിപൊളി പിസ്സ ഉണ്ടാക്കിയാലോ. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ ഇതാ ഒരു പിസ്സ. അതിനായി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഇളം ചൂട് വെള്ളം ഒഴിച്ച് 1.5 ടീസ്പൂൺ ഈസ്റ്റ്, 1/2 ടീസ്പൂൺ പഞ്ചസാര എന്നിവ ചേർത്ത് ഒരു 10 മിനിറ്റ് അവ പൊങ്ങാൻ വേണ്ടി മൂടി വെക്കുക. അതിനുശേഷം അതിലേക്ക് 1.5 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർത്ത് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ സോഫ്റ്റായി കുഴച്ചെടുക്കുക. സമയം വേണമെങ്കിൽ കുറച്ച് ഒറിഗാനോ ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു ബൗളിൽ അല്പം എണ്ണ തടവി മാവ് ഇറക്കി വെച്ച് മാവിൻ്റെ മുകളിലും കുറച്ച് എണ്ണ തടവുക. ഇത് മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു നനഞ്ഞ കോട്ടൻ്റെ തുണി കൊണ്ടോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ കൊണ്ടോ അടച്ചു വെക്കുക. പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള ചേരുവകൾ തയ്യാറാക്കാം. ഇതിലേക്കുള്ള ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടി ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് തൈര്, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. ഇത് മിനിമം 1/2 മണിക്കൂറെങ്കിലും മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. പിസ്സ സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ വലിയുള്ളി, 2 മീഡിയം സൈസ് തക്കാളി, 3 വറ്റൽമുളക്, കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. മുളക് പൊടിയാണുള്ളതെങ്കിൽ ഇതിൻ്റെ സോസ് ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒരു 7 അല്ലി വെളുത്തുള്ളി എന്നിവ കുക്കറിലിട്ട് 2 വിസിലടുപ്പിച്ച് വേവിക്കുക. തക്കാളി ഇടുന്ന സമയത്ത് അതിന് മുകളിൽ വര ഇട്ട് കൊടുത്താൽ തക്കാളിയുടെ തോല് പൊളിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി പൊരിച്ചെടുക്കുക. ഇത് നന്നായി നെരിഞ്ഞു വരുന്നത് വരെ മൂടി വെച്ചും തിരിച്ചും മറിച്ചും ഇട്ടും ഒക്കെ പൊരിച്ചെടുക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടിയിൽ പറ്റും. മാവ് എന്തായി എന്ന് നോക്കാം. എനിക്കൊരു 3-4 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ചൂട് കൂടുതലുള്ള ഏരിയയിലാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരുന്നതാണ്. ഇനി മാവ് നമുക്ക് നമ്മൾ പിസ്സ ഉണ്ടാക്കുന്ന പാനിലേക്ക് നിരത്തി കൊടുക്കാവുന്നതാണ്. ഞാനൊരു പ്ലേറ്റാണ് എടുക്കുന്നത്. ആ പ്ലേറ്റിലേക്ക് കുറച്ച് എണ്ണ തൂകിയിട്ട് അതിലേക്ക് ഈ മാവ് വെച്ച് നന്നായി പരത്തി എടുക്കുക. നിങ്ങൾ പാനിലാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ഒരു ചപ്പാത്തി പലകയിൽ വെച്ച് നന്നായി പരത്തി ആ പാനിലേക്ക് ഇറക്കി വെച്ചാൽ മതി. കോട്ടൻ്റെ തുണി കൊണ്ട് നന്നായി മൂടി വെക്കാം. ഇനി പിസ്സ സോസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മൾ വേവിച്ച് വെച്ചവ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി അരച്ചെടുക്കുക. തക്കാളിയുടെ തൊലി കളഞ്ഞിട്ട് വേണം അരച്ചെടുക്കാൻ. നന്നായി അരച്ചെടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക. ഒഴിക്കുമ്പോൾ തന്നെ അത് തിളക്കുന്നതാണ്. അതുകൊണ്ട് കൈ വിടാതെ നന്നായി ഇളക്കി കൊടുക്കണം. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഈ സോസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും, പുളിയില്ലാത്ത തക്കാളി ആണെങ്കിൽ 1 ടീസ്പൂൺ വിനീഗറും 2 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് നന്നായി കുറുക്കിയെടുക്കുക. ഇതൊരു 10 മിനിറ്റെങ്കിലും കൈ വിടാതെ ഇളക്കി കുറുക്കിയെടുക്കേണ്ടതാണ്. തിക്കായാൽ മതി. തിക്നെസ് കൂടി പോകാതെ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ മാവ് ഒരു ഫോർക്ക് വെച്ച് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. ഇത് നമ്മൾ ഒഴിക്കുന്ന സോസ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി സ്വാദ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി പിസ്സ സോസ് അതിലേക്ക് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്ന വിധം നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ആ ഹോൾസിലേക്കെല്ലാം സോസ് ഇറങ്ങുന്ന വിധം നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധം ഇട്ട് കൊടുക്കുക. പിന്നെ ചീസ് ചെറിയ സ്ലൈസസ് ആയി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ സ്ലൈസ് ചീസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മൊസറല്ല ചീസും ഉപയോഗിക്കാവുന്നതാണ്. ഇനി അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം, സവാള എന്നിവ ഇട്ട് കൊടുക്കുക. അതിന് മുകളിലേക്ക് വീണ്ടും പൊരിച്ച് വെച്ച ചിക്കനും ചീസും ക്യാപ്സിക്കവും സവാളയും ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും കോണും ഒലീവ്സും എല്ലാം ചേർക്കാവുന്നതാണ്. സമയം കൊണ്ട് ഒരു ചെമ്പ് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. അതിലേക്കൊരു തട്ട് ഇറക്കി വെച്ച് അതിലേക്ക് പ്ലേറ്റ് ഇറക്കി വെച്ച് ആവി പുറത്തേക്ക് പോകാത്ത വിധം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റെങ്കിലും മിനിമം വേവിക്കുക. സ്വാദിഷ്ടമായ പിസ്സ റെഡി. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.